സാധാരണ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം നമ്മൾ റിവ്യൂ ആയിട്ടും ദെൻ ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ആ സിനിമയെ പറ്റിയുള്ള എല്ലാ ആസ്പെക്റ്റുകളും ചർച്ച ചെയ്യുന്ന ഒരു സ്പോയിലർ അടങ്ങുന്നൊരു വീഡിയോ. പക്ഷേ മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മോശം അനുഭവമാണ് എനിക്ക് പേഴ്സണലി നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനാലിസിസ് ഈ സിനിമയ്ക്ക് വേണ്ടി ഇനി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ കണ്ടതും കേട്ടതൊക്കെ, അതും ഒരുപാട് പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ. അതിൽ എല്ലാം പോട്ടെ, ഒരൊറ്റ കാര്യമുണ്ട്, അതെനിക്ക് പറയാതിരിക്കാൻ തീരെ പറ്റില്ല, പ്രത്യേകിച്ച് ഫാൻ ഷോസിൻ്റെ കാര്യം. അതിലേക്ക് വരുന്നതുകൊണ്ട് മലയക്കോട്ടെ വാലിബൻ എന്ന സിനിമ LJP പടമാണ്. സോ LJP ഡയറക്ടർ ആരാണ് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം. എത്ര സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്താണ്. നോ പ്ലാൻ ടു ചേഞ്ച്, നോ പ്ലാൻ ടു ഇംപ്രസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ എന്തിനാണ് ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട്? സോ പ്രസ് മീറ്റിലൊക്കെ ഇതിന് മുമ്പ് ഒരു കൂട്ടം ആൾക്കാരാണ് ഒറ്റയ്ക്കല്ല ഈ സിനിമ എടുത്തിട്ടുള്ളത്. സോ ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് എടുത്തിട്ടുള്ള ഈ സിനിമ അതിന് മുമ്പ് നടത്തിയ പ്രസ് മീറ്റിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ നിരന്നിരുന്നിട്ടാണ് ഈ സിനിമയെ പറ്റി പ്രൊമോട്ട് ചെയ്തതെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മാത്രം മുമ്പിലേക്ക് തള്ളിവിട്ട് എല്ലാ അമ്പും ഒറ്റടിക്ക് മൂപ്പരെ ഏറ്റുവാങ്ങി അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇതിൻ്റെ ബിസിനസ് ആയിരിക്കും, പ്രൊമോഷൻ ആയിരിക്കും, പ്രൊമോഷൻ സ്ട്രാറ്റജി ആയിരിക്കും, എല്ലാം ഓക്കെ. പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് അമ്പ് ഏറ്റുവാങ്ങുമ്പോഴും പറയുന്ന കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സിനിമകൾ എല്ലാവരും കാണില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ല. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ ഏത് സിനിമയ്ക്കാണ് ഇത് കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പല രീതിയിലും കൊടുത്തിട്ടുള്ളത്? ഇതൊരു വലിയ സിനിമയാണ്, വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ, വലിയ ക്യാൻവാസിൽ പുറത്തിറങ്ങിയ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്നാണ്, അതെല്ലാം ഓക്കെ. പക്ഷേ ഇങ്ങനെയുള്ള ഫിലിമോഗ്രഫി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവരായിരിക്കും ഇനീഷ്യലി ഈ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടാവുക. അല്ലാതെ വെറുതെ എല്ലാ സിനിമകളും റാൻഡായിട്ട് കാണുന്ന ആൾക്കാരല്ല കൂടുതലായിട്ട് ഈ സിനിമയ്ക്ക് വരും. അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ ഇഷ്ടമല്ലാത്ത സിനിമകളായിരിക്കും എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ കൂടുതൽ. എനിക്ക് തന്നെ ഇപ്പോൾ ആദ്യം ഇറങ്ങിയ നായകനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ചില സിനിമകളൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ചുരുളി ആയിക്കോട്ടെ, ജല്ലിക്കെട്ട് ആയിക്കോട്ടെ, ഈമയ്യാവൊക്കെ നാമൻ ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള സിനിമ. ഇപ്പോൾ ജല്ലിക്കെട്ടൊക്കെ ഐ തിങ്ക് ഇതൊരു മലയാളത്തിനൊരു അസറ്റ്, മലയാളത്തിൻ്റെ ഇന്ത്യയുടെ തന്നെ ഒരു അസറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ ലോകത്ത് വേറൊരു സ്ഥലത്തും വേറൊരു ടെറൈനിലും ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൂടാതെ ആ വർഷം മര്യാദയ്ക്ക് വേണ്ട രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഫീച്ചർ ഫിലിമിനുള്ള ഓസ്കാറിൻ്റെ നോമിനേഷൻ വരെയെങ്കിലും ഒരു പക്ഷേ എത്തേണ്ട സിനിമയായിരുന്നു എനിക്ക് തോന്നി. കാരണം അതിൻ്റെ തീം, അതിൻ്റെ എക്സിക്യൂഷനൊക്കെ ഒരു സാധനമാണ്. സോ ഞാൻ അത്ര അഡ്മയർ ചെയ്യുന്ന, അത്ര ഇഷ്ടപ്പെടുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ അങ്ങനെ ഒരാളുടെ കയ്യിൽ നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുമ്പോൾ മുഖത്ത് കല്ലടിച്ച പോലെയാണ്. കാരണം ഈ ഫാൻ ഷോസ് കാരണമാണ് ഈ സിനിമ പൊട്ടിയെന്ന് ഇതിന് മുമ്പ് ആറാട്ട് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലത്തേക്ക് ഫാൻ ഷോസൊക്കെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിർത്തി വെച്ചിരുന്നു. ഇപ്പോൾ അന്യഭാഷ സിനിമകളിലെ ഫാൻ ഷോസ് മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ ഇവിടെ ഒന്നും സ്വീകാര്യത കൊടുക്കുന്നില്ല, അന്യഭാഷ സിനിമകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. നല്ല പടം നമ്മൾ ഇറക്കിയാലും ഇവിടെ കാണാൻ ആളുണ്ടാവുള്ളൂ. സോ ആറാട്ടിനുണ്ടായിരുന്ന അതേപോലത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. ഈ 6 മണിയുടെ ഫാൻ ഷോസ് കാരണം ഇത് അപ്പം കാണേണ്ട സിനിമയല്ല, വൈകുന്നേരം 6 മണിക്ക് കാണേണ്ട സിനിമയാണെന്നൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റി ഒന്ന് ഇരുന്ന് പറയാനുണ്ട്. ഈ 6 മണിയുടെ ഷോ നിങ്ങൾ എത്ര പേര് പോയി കാണാറുണ്ട്? പ്രത്യേകിച്ച് ഈ ഫിലിം ക്രൂവിനുള്ള ആൾക്കാർ. ഇതിനു മുമ്പ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടാവും. ഈ ഫാൻ ഷോയ്ക്ക് പോകുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റും അവരെ പറ്റിയൊന്ന് ഒരു വട്ടക്കൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഈ ഫാൻ ഷോയ്ക്ക് പോകണമെങ്കിൽ എത്ര മാസം മുമ്പ്, എത്ര ദിവസം മുമ്പ് ഈ ടിക്കറ്റ് കളക്ട് ചെയ്യണമെന്നറിയോ? അതിന് മുമ്പ് എപ്പോഴൊക്കെ പ്ലാൻ ചെയ്യണമെന്നറിയോ? ഒരു സാധാരണക്കാരൻ വൈകുന്നേരം 6 മണിക്ക് സിനിമയ്ക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും തീർത്ത് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോടെ കാണാനാണ്. പക്ഷേ രാവിലെ 6 മണിക്കും 4 മണിക്കും 1 മണിക്കൊക്കെ ഫാൻ ഷോയ്ക്ക് പോകുന്നവർ അന്നത്തെ ഒരു ഫുൾ ഡേ ചിലപ്പോൾ ഒരു പക്ഷേ അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ജോലിയുള്ളവർ ലീവ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അതിന് പോവുക, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചിലവർ ജോലിക്ക് കയറുക. തോറ്റുപാത്രം വെച്ച് അതിനകത്ത് ഫുഡും നിറച്ചിട്ട് രാവിലെ ഫാൻ ഷോയ്ക്ക് പോയുള്ള അവസ്ഥ എനിക്കുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ സലാർ എന്ന സിനിമ, ഇപ്പോൾ അതിൻ്റെ പേഴ്സണൽ കാര്യം മാത്രമാണ്, ഒരു പക്ഷേ അത് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഈ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്, ഞാൻ ഉണ്ടാക്കി പറയല്ല. ഇപ്പോൾ സലാർ എന്ന സിനിമ, ആ സിനിമയുടെ അന്നാണ് എൻ്റെ കുട്ടിയുടെ 28. അത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് പോകുന്നത്. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും ഞാൻ ആ പറ്റിയ സിനിമയെ പറ്റി പറയുക? എനിക്കൊരു മോശം അനുഭവമാണ് സിനിമയെ പറ്റി കിട്ടുന്നതെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതായിരിക്കും. സോ എന്തിന് ഞാൻ ആ സിനിമയ്ക്ക് പോയി എന്നുള്ളതായിരിക്കും. ഒരു കുട്ടിയുടെ 28 മാറ്റിയിട്ട് ഈ സിനിമയ്ക്ക് പോകണമെങ്കിൽ അത്രയധികം ആ സിനിമയിൽ നിന്ന് ഇതിൻ്റെ ഡയറക്ടർ മുൻ ചെയ്ത വർക്കുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. KGF 1 and 2 പ്രതീക്ഷയോടെയാണ് ഞാൻ സിനിമയ്ക്ക് കയറുന്നത്. ഒരു സാധനം ഡെലിവറി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സിനിമയ്ക്ക് കയറുന്നത്. ഇതേപോലെയല്ല ഞാനിപ്പോൾ നെൽസൻ്റെ മുന്നേ സിനിമയ്ക്ക് കയറിയത്. ഇപ്പോൾ ബീസ്റ്റിൽ ഞാൻ ഫാൻ ഷോയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ പക്ഷേ ബീസ്റ്റിന് കിട്ടിയ ആ ഒരു ഇമ്പ്രഷൻ കാരണം ഞാനിപ്പോൾ ജയിലറിന് ഫാൻ ഷോയ്ക്ക് പോയിട്ടില്ല, വൈകുന്നേരം 6 മണിക്ക് പോകുന്നതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഐ സ്റ്റിൽ റിഗ്രറ്റ്, ഞാനിപ്പോൾ ജയിലറിനെ എനിക്ക് ഫാൻ ഷോയ്ക്ക് കാണണമായിരുന്നു എനിക്കിപ്പോഴും തോന്നുന്നുണ്ട്. സോ ഇത്തരത്തിൽ ഫാൻ ഷോസിന് പോകുന്നവർ ഒരു പക്ഷേ ആ ദിവസത്തെ ഫുൾ വർക്കുകൾ മാറ്റി വെച്ചും അത്ര എമൗണ്ട് കൊടുത്തും, നോർമൽ ടിക്കറ്റ് റേറ്റ് അല്ല ഫാൻ ഷോയ്ക്ക്. ഇപ്പോൾ 100-150 രൂപയുള്ള ടിക്കറ്റിന് 250, 300, 400, 500, 1000, 1500 കൊടുത്ത് കാണുന്ന ആൾക്കാരടക്കുന്നു ബ്ലാക്കിലൊക്കെ. ഒരു പക്ഷേ അതും ചിലപ്പോൾ സീറ്റ് കിട്ടില്ല. ഈ ഫാൻ ഷോയ്ക്ക് ടിക്കറ്റിനകത്ത് സീറ്റ് നമ്പർ ഇല്ല, നമുക്ക് തോന്നിയ സ്ഥലത്ത് പോയി ഇരിക്കാം.
സീറ്റ് കിട്ടാൻ വേണ്ടി കിടന്ന് ഓടുന്ന ഓട്ടം അത് നിങ്ങൾ കാണാറില്ല. ഇതൊക്കെ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ഒന്ന് ഫാൻ ഷോയ്ക്ക് തിയേറ്ററിൽ വരണം, തിയേറ്റർ വിസിറ്റ് നടത്തണം. 2 ദിവസം കഴിഞ്ഞ് സിനിമ സക്സസ് ആയിട്ടല്ല തിയേറ്റർ വിസിറ്റ് നടത്തുന്നത്. ഫസ്റ്റ് ഇനീഷ്യൽ സമയത്തുള്ള ഒരു തിയേറ്റർ വിസിറ്റ് നോക്കിയാൽ അറിയാം എന്തൊക്കെ പരാക്രമങ്ങളാണ് ഓരോരുത്തർ കാണിച്ചു കൂട്ടുന്നുള്ളത്. പോലീസിൻ്റെ അടി കൊള്ളണം, എന്തൊക്കെയുണ്ട് ഫാൻ ഷോയ്ക്ക് പോകുന്നവരെ അറിയാൻ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്റ്റ് ആവും. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ സാധനം കാണുമ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയരുതെന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺഅക്സെപ്റ്റബിൾ. പിന്നെ ഈ പോകുന്ന ഓഡിയൻസിന് വിവരമില്ല, ഇത് ജോണർ അറിയാതെയാണ് ഇവർ പോകുന്നത്, അത് ഇന്ന ടൈം പീരീഡിൽ കാണേണ്ട സിനിമയല്ല, ഈ രീതിയിൽ കാണേണ്ട സിനിമ. ഇതൊക്കെ ജോണർ അറിഞ്ഞിട്ട് തന്നെയാണ് ആൾക്കാർ ഈ സിനിമയ്ക്ക് കയറുന്നത്. ഒരു പുലിമുരുകനോ ലൂസിഫർ പ്രതീക്ഷിച്ചിട്ടല്ല ഒരു പക്ഷേ മലൈക്കോട്ടെ വാലിബന് പോകുന്നുണ്ടാവുക. ഇതിനു മുമ്പ് ചെയ്ത അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ടറിന് അത്തരത്തിലുള്ള സിനിമകളല്ല ചെയ്തിട്ടുള്ളത്. ഇപ്പം നൻപകൽ നേരത്ത് മയക്കുന്ന സിനിമയ്ക്ക് കിട്ടിയ റിസപ്ഷൻ എന്തായിട്ട് നമ്മൾ കണ്ടതാണ്. ആ സിനിമയുടെ പ്രൊമോഷൻ സ്ട്രാറ്റജീസ് നമ്മൾ കണ്ടതാണ്. സാധാരണ ഒരു സിനിമ അല്ലെങ്കിൽ ഈ ഒരു സ്ലോ പേസിലുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ആ രീതിയിലുള്ള ഇംപ്രഷൻ തന്നിട്ട് പോയതും. ഇപ്പോൾ ഇനി പറയും ലാലേട്ടൻ്റെ പ്രശ്നമാണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ ഹെയ്റ്റ് ക്യാമ്പയിനിങ് ആണെന്നൊക്കെ. നേരെന്ന സിനിമ 1 മാസം മുമ്പാണ് പുറത്തിറങ്ങിയത്, കറക്റ്റ് 1 മാസം മുമ്പ്. ആ സിനിമയുടെ റിസപ്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്റ്റിൽ വാലിബൻ ഓടുന്ന അതേ സമയത്ത് ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ OTT വന്നുകൊണ്ട് ഒരു പക്ഷേ മാറ്റിയേക്കാം, എങ്കിലും എത്ര ഫാമിലി ഓഡിയൻസ്, എത്ര ദിവസം ആ സിനിമ ഓടി എന്നുള്ളതൊന്ന് കളക്ഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ തിയേറ്ററിലെ അകത്തെ ക്രൗഡ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആരുടെ പ്രശ്നമാണെന്ന് ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വെറുതെ വായി തോന്നിയ കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ വിളിച്ച് പറയരുത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിലും ഫാൻ ഷോസിൻ്റെ കാര്യം അത് ഭയങ്കര പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇതിന് പോകുള്ളൂ. ഈ ഫാൻ ഷോസ് കണ്ടക്ട് ചെയ്യുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ കേട്ടിട്ടും ഇനി അടുത്ത പടം വരുമ്പോൾ ഇവർ പിന്നെയും ഫാൻ ഷോസ് ചെയ്യും. അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ്. ഇതിന് പുറകിലുള്ള മാർക്കറ്റിംഗ്, ഇപ്പോൾ പ്രൊമോഷൻ, ഇതിൻ്റെ പുറകിലുള്ള ബിസിനസ്, ഒരുപക്ഷെ ഇത് ചെയ്യുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ വേറെ സൈഡ്. സിനിമ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരെ ബ്ലെയിം ചെയ്യാൻ ആർക്ക് സാധിക്കില്ല. ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇറക്കുന്നത്? നമ്മളൊരു പടം എടുത്തത് വീട്ടുകാരായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു പബ്ലിക്കിന് മുമ്പിലേക്ക് ഇറക്കി വിടുമ്പോൾ പബ്ലിക്കിന് അതിനെപ്പറ്റി പറയാനുള്ള അഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട്, പബ്ലിക് ഒപ്പീനിയൻ പറയാനുള്ള സ്പേസ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക്സ് എല്ലാം തന്നെ ക്രിറ്റിക്സ് ആണ്, കാണുന്നവരെല്ലാം ക്രിറ്റിക്സ് ആണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റും കേട്ടിരുന്നു. കാണുന്നവരെല്ലാം ക്രിട്ടിസൈസ് ചെയ്താൽ എന്താണ് പ്രശ്നം? ഒരു കൂട്ടം ആൾക്കാർക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ടൈം പീരീഡിൽ നിന്നും മാറിയിട്ട് എല്ലാവർക്കും ക്രിട്ടിസൈസ് ചെയ്യാം, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്തിനെക്കുറിച്ച് വേണമെങ്കിലും പറയാം എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ചില സാധനങ്ങളൊക്കെ അവതാളത്തിലായി. സോ അതിനെ എങ്ങനെയെങ്കിലൊക്കെ പുഷ് ചെയ്ത് ആൾക്കാരെ തിയേറ്ററിലേക്ക് കയറ്റി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു, ഇത് ആരും കാണണ്ട എന്ന് എനിക്ക് തോന്നുന്നില്ല ആരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഐ തിങ്ക് ജെന്യുവനായിട്ട് റിവ്യൂ പറയുന്ന ആരും തന്നെ ഈ സിനിമ കാണരുതെന്ന് ഒരിക്കലും പറയാറില്ല. ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയനായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പക്ഷേ ആൾക്കാർ അവരുടെ അഭിപ്രായം ചിലപ്പോൾ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ അത്രയും എഫേർട്ട് എടുത്ത് ഒരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ നമ്മൾ വായി തോന്നിയൊക്കെ നമ്മൾ പറയും, ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരും. പക്ഷേ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ആലോചിച്ച് പറയുന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല, ആരും തന്നെ പോകരുത് എന്ന് ആരും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ 10 ലക്ഷം ചിലവാക്കി എടുത്തിട്ടുള്ള സിനിമയും 1000 കോടി ചിലവാക്കി എടുത്തിട്ടുള്ള സിനിമയും രണ്ടും ഒരു 100-150 രൂപ കൊടുത്തിട്ടായിരിക്കും ഒരു പ്രേക്ഷകൻ കാണുക. അല്ലാതെ സിനിമയുടെ ബഡ്ജറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് ടിക്കറ്റ് റേറ്റ് ആരും കൂട്ടാറില്ല. സിനിമയുടെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, സിനിമ നല്ലതാണോ, അതിൻ്റെ കഥ നല്ലതാണോ, എൻഗേജിങ് ആണോ, അത് എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ പ്രേക്ഷകരകത്തേക്ക് കയറും. അതിനെപ്പറ്റി യാതൊരു സംശയമില്ല. എത്ര വലിയ കൊമേഴ്ഷ്യൽ പടമായാലും, എത്ര വലിയ വേറെ എസ്തറ്റിക്കിലുള്ള വേറെ ജോണറിലുള്ള എക്സ്പെരിമെൻ്റൽ മൂവി ആണെങ്കിലും സിനിമ നല്ലതാണെങ്കിൽ അത് പ്രേക്ഷകർ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പിന്നെയും തിയേറ്ററിലേക്ക് വരും എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ കാഴ്ചക്കാരെ പറ്റി ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം അടുത്ത് നല്ല ചെയ്യുക എന്നത് മാത്രമേ എനിക്ക് പറയുള്ളൂ. അതിന് പെർഫെക്റ്റ് ഒരു എക്സാമ്പിളാണ് നെൽസൺ എന്ന ഡയറക്ടർ. ഇപ്പോൾ ബീസ്റ്റ് എടുത്ത് മൂപ്പർക്ക് കിട്ടിയ അപമാനമൊക്കെ ഞാൻ ഇതിനു മുമ്പ് പല സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൂപ്പര് അവിടെ നിർത്തിയിട്ട് പോവല്ല, തൊട്ടടുത്ത സിനിമ എടുത്ത് ഈ പറഞ്ഞവരുടെ കണ്ണാക്കി കൊടുത്ത് അടുത്ത കിടിലൻ സാധനം തന്ന് ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റ് തന്നെയല്ല, ആ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സിനിമകളിൽ ഒന്ന് തന്നെയാക്കി മാറ്റി അദ്ദേഹം. സോ അത്തരത്തിൽ അടുത്ത് എന്ന് ആലോചിക്കുക, അല്ലാതെ ഇറങ്ങിയിട്ടുള്ള സാധനത്തിൽ പറ്റി വരങ്ങിയിട്ട് ഈ കണ്ട ആൾക്കാരെ പറ്റി പിന്നെയും കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അടുത്തത് കാണാനുള്ള ഒരു ത്വരവോ, ഇനിയിപ്പോൾ ഒരുപക്ഷെ അടുത്ത LGB പടം വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കും, ഇങ്ങനത്തെ ഒരാളാണ്, ഇങ്ങനെയൊക്കെ നമ്മളെപ്പറ്റി പറയുന്നുണ്ട്, ഈ സിനിമ ഇനി ഇത്ര കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പടം ഇനി അടുത്തത് കാണണോ വേണ്ടോ എന്നുള്ളൊരു തോട്ടൊക്കെ വരും. സോ അങ്ങനെ വരുത്താതിരിക്കുക. പ്രത്യേകിച്ച് ഫാൻ ഷോസ് കാണുന്നവരെ കുറ്റം പറയരുത് എന്ന് മാത്രമാണ് എനിക്ക് എക്സ്ട്രാ പോയിൻ്റായിട്ട് എടുത്ത് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ആ ഒരു കാര്യം തീർച്ചയായിട്ടും തറയ്ക്കുന്ന നെഞ്ചത്ത്. കാരണം ഒരു ഫാൻ ഷോയ്ക്ക് നിങ്ങൾ പോയി നോക്കുക, അപ്പോൾ മനസ്സിലാവും എത്ര എഫേർട്ട് ഉണ്ടെന്ന്.
അതിന് പ്ലാൻ ചെയ്ത് നോക്കാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. സോ ഈ സിനിമയെ പറ്റി നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു കാര്യം മാത്രം ഒന്ന് എക്സ്പ്രസ് ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഈ സിനിമയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. സിനിമയുടെ കഥയോ കഥാപാത്രങ്ങളെക്കുറിച്ചോ സിനിമയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞില്ല. സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡ് അതൊന്നും മാറ്റണം എന്ന് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. സോ കൂടുതൽ പറഞ്ഞ് ഞാൻ കൊളാക്കുന്നില്ല. ഫാൻ ഷോസ് കാണുന്നവർ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം. നന്ദി.